സൗത്ത് ഇന്ത്യ മുഴുവൻ ആരാധകർ ഉണ്ടായിരുന്ന മലയാളികൾക്കെന്നും പ്രിയ നടിയുമായ ശ്രീവിദ്യയെക്കുറിച്ച് ചില പുതിയ വെളിപ്പെടുത്തലുകളുമായി സംവിധായകനും നടനുമായ ആലപ്പി അഷ്റഫ് രംഗത്തെത്തിയിരിക്കുന്നു. തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ കണ്ടതും കേട്ടതും എന്ന സിനിമയിലെ അണിയറ കഥകൾ പറയുന്ന വീഡിയോയിലൂടെയാണ് താരത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ. സിനിമയിൽ വലിയ ഗ്യാപ്പുണ്ടായിരുന്ന ഒരു സമയത്ത് തൻ്റെ ഒരു സുഹൃത്ത് തൻ്റെ വീട്ടിൽ വരികയും ഒരു സീരിയൽ നിർമ്മിക്കുന്ന കാര്യം സംസാരിക്കുകയും ചെയ്തു. കേരളത്തിലെ വലിയൊരു രാഷ്ട്രീയ നേതാവിൻ്റെ മകനായ തൻ്റെ സുഹൃത്ത് സീരിയൽ നിർമ്മിക്കാൻ തയ്യാറാണെന്നും നടി ശ്രീവിദ്യ അടക്കമുള്ളവർ ആയിരിക്കണം അഭിനയ നിരയിൽ ഉണ്ടാവേണ്ടത് എന്നും പറഞ്ഞു. അങ്ങനെ മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിനു വേണ്ടി സീരിയൽ ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ആലപ്പി അഷ്റഫ് തുടങ്ങി. നടി ശ്രീവിദ്യയെ വിളിച്ച് ബുക്ക് ചെയ്തു. കഥയെഴുത്തും കാര്യങ്ങളുമായി മുന്നോട്ടു പോകുമ്പോൾ കൂടുതൽ സാമ്പത്തികം ആവശ്യമാണെന്ന് പറഞ്ഞു ആ സുഹൃത്തിനെ ആലപ്പി അഷ്റഫ് വിളിച്ചു. അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞ കാര്യം കേട്ട് ആലപ്പി അഷ്റഫ് ഞെട്ടി എന്നാണ് വീഡിയോയിലൂടെ പറയുന്നത്. നിർമ്മാതാവായ തൻ്റെ സുഹൃത്തിന് ശ്രീവിദ്യയോട് വലിയ ഇഷ്ടമാണെന്നും അതുകൊണ്ട് തന്നെ മറ്റു ചില താല്പര്യങ്ങൾ എന്നും അതുകൊണ്ട് മാത്രമാണ് അയാൾ സീരിയൽ നിർമ്മിക്കാൻ തയ്യാറായത് എന്നും ആലപ്പി അഷ്റഫിനോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ട ആലപ്പി അഷ്റഫ് തൻ്റെ പേരിൻ്റെ കൂടെ മാമ എന്ന രണ്ടക്ഷരം ചേർക്കാൻ തനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ആ പ്രൊജക്റ്റിൽ നിന്നും പിന്മാറി. ഇങ്ങനെയാണ് ശ്രീവിദ്യയുമായി ബന്ധപ്പെട്ട ഒരു കഥ ആലപ്പി അഷ്റഫ് വീഡിയോയിലൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധാർമ്മികത, മൂല്യങ്ങൾ എല്ലാം മുറുക്കെ പിടിച്ചു നിൽക്കണം എന്ന് തന്നോട് പറഞ്ഞ തൻ്റെ പ്രിയ ഗുരുനാഥൻ പ്രേംനസീറിൻ്റെ വാക്കുകളാണ് താനപ്പോൾ ഓർത്തത് എന്നും ആലപ്പി അഷ്റഫ് വിശദീകരിച്ചു. പ്രേംനസീറിനെ നായകനാക്കി സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് ആലപ്പി അഷ്റഫ്. എന്നാൽ പിന്നീടും ഈ സുഹൃത്തുമായും ഈ രാഷ്ട്രീയക്കാരൻ്റെ മകനുമായും ബന്ധപ്പെട്ട് രസകരമായ സംഭവമുണ്ടായി എന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ ഓർത്തു പറയുന്നുണ്ട്. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് നിർമ്മാതാവായി വന്ന ആളുടെ പിതാവ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. സത്യപ്രതിജ്ഞ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ പത്രത്തിൽ മുഖ്യമന്ത്രി കുടുംബത്തോടെ നിൽക്കുന്ന ഫോട്ടോ വന്നു. ആ പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ സൈഡിലായി ഈ നിർമ്മാതാവായിരുന്ന മകനും ഉണ്ടായിരുന്നു. പത്രം വായിച്ചിരിക്കുമ്പോൾ വീണ്ടും പഴയ സുഹൃത്ത് വിളിച്ചു എന്നും തൻ്റെ ഒരു സഹായം വേണമെന്നാവശ്യപ്പെട്ടു എന്നും ആലപ്പി അഷ്റഫ് പറഞ്ഞു. മുമ്പ് ആ സീരിയലിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നിർമ്മാതാവായ രാഷ്ട്രീയ നേതാവിൻ്റെ മകൻ ഒരു നടിയെ പരിചയപ്പെട്ടിരുന്നു. അവർ തമ്മിൽ അടുപ്പമാകുകയും ഹോട്ടലുകളിൽ താമസിക്കുകയും പല സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകുകയുമെല്ലാം ചെയ്തിട്ടുണ്ട് എന്നും സുഹൃത്ത് ആലപ്പി അഷ്റഫിനോട് പറഞ്ഞു. പക്ഷേ അയാൾ നടിയെ പരിചയപ്പെടുമ്പോൾ തൻ്റെ പേര് മാറ്റി പ്രൊഡ്യൂസർ ചാക്കോ എന്നാണ് പറഞ്ഞിരുന്നത്. ഇന്ന് രാവിലെ പത്രത്തിലെ ഫോട്ടോ കണ്ടിട്ട് ആ നടി അയാളെ വിളിച്ച് താൻ മുഖ്യമന്ത്രിയുടെ മകനായിരുന്നു അല്ലേ, താൻ എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേടാ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചു. ഇതോടെ ചാക്കോ എന്ന് പേരുമാറ്റി പറഞ്ഞ മുഖ്യമന്ത്രിയുടെ മകൻ പേടിച്ചു. തൻ്റെ ഇമേജ് നഷ്ടപ്പെടുമോ, തൻ്റെ അച്ഛൻ്റെ മാനഹാനിയെ പറ്റിയൊക്കെ ബോധ്യമുണ്ടായി. അങ്ങനെ അയാൾ സുഹൃത്തിനെ വിളിച്ചു. ഈ വിഷയത്തിൽ ആലപ്പി അഷ്റഫ് ഇടപെടണം എന്നും ആ നടിയെ വിളിച്ച് ഈ കാര്യങ്ങൾ സോൾവ് ചെയ്യണമെന്നും സുഹൃത്ത് ആവശ്യപ്പെട്ടു. അങ്ങനെ താൻ ആ നടിയെ വിളിച്ചെന്നും ആ വിഷയം പറഞ്ഞ് അതോടെ അവസാനിപ്പിച്ചു എന്നും ആലപ്പി അഷ്റഫ് വീഡിയോയിൽ പറഞ്ഞു. തന്നെ അയാൾ പറ്റിച്ചതിൽ വിഷമമുണ്ടെന്നും എന്നാൽ തനിക്കിതൊന്നും ഒരു വിഷയമൊന്നുമല്ല എന്നും നടി ആലപ്പി അഷ്റഫിനോട് പറഞ്ഞു എന്നാണ് അദ്ദേഹം വീഡിയോയിൽ വിശദീകരിച്ചത്. കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.